ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റ് ഇപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ചായ പിടിക്കട്ടെ. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ഇന്ന് തേങ്ങാപ്പാലും അപ്പവും ഉള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 2 അപ്പവും കുറച്ച് തേങ്ങാപ്പാലും എടുത്തു. അങ്ങനെ ചായ കുടിച്ച് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പൂനെയും മുത്തപ്പനെയും കണ്ടിട്ട് കുറേ കാലമായി. അപ്പോൾ അവരെ കാണാൻ വേണ്ടി മുത്തപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അപ്പവും മുത്തപ്പനും ഉണ്ടായും പുറത്തിരിക്കുന്നു. അങ്ങനെ അവിടെ ചെന്ന് അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അവിടെ നിന്ന് മുത്തപ്പ വീട്ടിലുണ്ടാക്കിയ പഴമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പഴം എടുത്ത് തന്നു. എനിക്ക് വിശപ്പുള്ളതിനെ കൊണ്ട് ഞാൻ എടുത്ത് കുറേ കഴിച്ചു. അവിടെ നിന്ന് ഒരു പഴം കൂടി എടുത്തിട്ട് മുത്തപ്പനോട് ബൈയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഉള്ളൂർക്കടവ് പാലം. എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 70% പണി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കിച്ചുൻ്റെ അടുത്ത് കുറച്ച് പട്ടിക്കുട്ടികൾ ആരോ കൊണ്ടിട്ട് പോയതാണെന്നാണ് പറഞ്ഞത്. ഒരു 3-4 ദിവസമായി. ഭയങ്കര ഇണക്കാണ്, നല്ല കളിയാണ്. അവിടെ നിന്ന് അപ്പു വിളിച്ച് അമ്പലത്തിൽ വരുന്നുണ്ടോ. അവർ സ്വാമിമാരായനെ കൊണ്ട് അമ്പലത്തിൽ പോകണമല്ലോ. അങ്ങനെ അവരുടെ കൂടെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി. അവിടെ നിന്ന് കൊച്ചേട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട് കൊച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ. അവിടെ നിന്ന് കൊച്ചേട്ടനെയും കൂട്ടി കൊയിലാണ്ടിയുള്ള കോതമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ പോകാനാണ് പ്ലാൻ ചെയ്തത്. ഇതാണ് അമ്പലം. ഇതിൻ്റെ നേരെ മുമ്പിലാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ കുളം. കുറേ സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അപ്പും മുത്തപ്പനും കൊച്ചേട്ടനും കൂടെ കുളത്തിലിറങ്ങി കുളിച്ച് അങ്ങനെ അവിടെ നിന്ന് ശരണം വിളിയൊക്കെ കഴിഞ്ഞ് തൊഴുത് കുറിയൊക്കെ തൊട്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് നേരെ നമ്മൾ അണ്ടർ പാസിൻ്റെ അടുത്തുള്ള പ്രോമിസ് ബേക്ക് പോയി. അവിടെ നിന്നൊരു 4 അവിൽ മിൽക്ക് പറഞ്ഞ് ഞങ്ങൾ 4 ആളോടെ കഴിച്ചു. അങ്ങനെ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. Bye.